ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടോട്ടലി പറയാൻ പോകുന്നത് 4 വാക്കൻസീസ് ആണ്. ഈ 4 വാക്കൻസീസും ടെക്നോപാർക്കിലാണ് ഹയർ നടക്കുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് ഹണിക്കോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ ഹയർ ചെയ്യുന്നുണ്ട്. റിച്ച് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എഡ്യൂക്കേറ്റർ ആൻഡ് പോഡ്കാസ്റ്റർ പ്രസൻറ്റേറ്റർ ഹയർ ചെയ്യുന്നുണ്ട്. എംബ്രൈറ്റ് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് ഹയർ ചെയ്യുന്നുണ്ട്. ആപ്സ് ടീം ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി AI ഡെവലപ്പറെ ഹയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 4 വാക്കൻസീസിനും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസീസാണ്. അവർ എക്സ്പീരിയൻസിൻ്റെ ചോദിക്കുന്നില്ല. എസ്പെഷ്യലി പറഞ്ഞ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ എന്ന ജോബ് റോളിന് നിങ്ങൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അഡോബ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നോളജ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഞാൻ സംസാരിച്ച ടൈം ഒട്ടും കളയുന്നില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ആദ്യത്തെ വാക്കൻസി. ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്ററാണ്. ഹയർ എന്ന കമ്പനി എന്ന് പറയുന്നത് ഹണിക്കോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇവിടെ പറയുന്നുണ്ട് ബ്രീഫ് ഡിസ്ക്രിപ്ഷനിൽ എഡിറ്റ് ആൻഡ് റീടച്ച് ഫോട്ടോ ഓഫ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ആൻഡ് മാർക്കറ്റ് മെറ്റീരിയൽസ് ആൻഡ് ക്യാമ്പയിൻ, എഡിറ്റ് കളർ ഗ്രേഡ് ആൻഡ് എൻഹാൻസ് വീഡിയോസ് ഫോർ വേരിയസ് പ്ലാറ്റ്ഫോം, ക്രിയേറ്റ് ഷോർട്ട് ഫോം റിയൽ, കൊളാബറേറ്റ് വിത്ത് ക്രിയേറ്റീവ് ടീം, ഓർഗനൈസ് ആൻഡ് മാനേജ് മീഡിയ അസറ്റ്സ്, സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ലേറ്റസ്റ്റ് എഡിറ്റിംഗ് ട്രെൻഡ്. ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്ററാണ് ഹയർ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് പ്രിഫേർഡ് സ്കിൽസ്? പ്രൂവൺ എക്സ്പീരിയൻസ് ആസ് എ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ, പോർട്ട്ഫോളിയോ റിക്വയർഡ്. സോ നിങ്ങൾ CV അയക്കുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കെല്ലാം നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. ദെൻ പ്രൊഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ, അഡോബ് പ്രീമിയം പ്രോ, ആഫ്റ്റർ എഫക്റ്റ്, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം. അപ്പോൾ ഫോട്ടോഷോപ്പ്, അഡോബ്, ആഫ്റ്റർ എഫക്ട്സ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ നോളേജ് ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കളർ കറക്ഷൻ, കോമ്പോസിഷൻ ആൻഡ് പേസിംഗ്, അബിലിറ്റി ടു വർക്ക് അണ്ടർ ടൈറ്റ് ഡെഡ്ലൈൻസ്, ക്രിയേറ്റീവ് മൈൻഡ് വിത്ത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, നോളജ് ഓഫ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ട്രെൻഡ്സ് ആൻഡ് ബേസ്റ്റ് പ്രാക്ടീസസ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് 6 പോയിൻറ്റ്സ് മാത്രമേ റിക്വയർമെൻറ്റ്സിൽ പറയുന്നുള്ളൂ. സോ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? മോഷൻ ഗ്രാഫിക്സ് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനിമേഷൻ സ്കിൽസും, എക്സ്പീരിയൻസ് വിത്ത് ഡ്രോൺസ് ഓർ 360 വീഡിയോ എഡിറ്റിംഗ്, ബേസിക് സൗണ്ട് ഡിസൈൻ ആൻഡ് ഓഡിയോ മിക്സിംഗ് സിഗ്നൽസ്. ഇതൊന്നും മാൻഡേറ്ററി അല്ല. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് പറയുന്നത്? കോമ്പറ്റേറ്റീവ് പേ ആൻഡ് പെർഫോമൻസ് ഇൻസെൻറ്റീവ്സ്, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, ക്രിയേറ്റീവ് ഫ്രീഡം ഇൻ കണ്ടന്റ് എക്സിക്യൂഷൻ. ഇത്രയാണ് ഈ ഒരു ജോബ് റോളിൻ്റെ ടോട്ടൽ ഡിസ്ക്രിപ്ഷൻ. സോ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ CV അയക്കാൻ. CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വാക്കൻസി എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റർ ആൻഡ് പോഡ്കാസ്റ്റ് പ്രസൻറ്റേറ്റർ ആണ്. ഹയർ എന്ന കമ്പനി റിച്ച് ഇന്നോവേഷൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇവിടെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക. കാരണം ഇവിടെ പോയിൻ്റ് ആയിട്ടല്ല മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ CV അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും വായിച്ചതിന് ശേഷം CV അപ്ലൈ ചെയ്യാൻ നോക്കാം. പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുണ്ട് ഹോസ്റ്റ് പോഡ്കാസ്റ്റ് റിലേറ്റഡ് ടു എക്സാം പ്രിപ്പറേഷൻ, പ്രൊവൈഡിങ് വാല്യൂബിൾ ഇൻസൈറ്റ്സ് ആൻഡ് ഗൈഡൻസ് ടു ആസ്പിറൻസ്, ക്രിയേറ്റ് എൻഗേജിങ് സ്റ്റഡി മെറ്റീരിയൽ ടു ഹെൽപ്പ് ലേണേഴ്സ്, contribute ideas to enhance content delivery and make learning more interactive and impactful, collaborate with the team to shape the platform in its early stages and improve the overall learning experience. So ഇത് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റർ റോളാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നന്നായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ്. എന്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ട്രോങ് നോളേജ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാം, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ, SSC, കേരള PSC ആൻഡ് അതർ സിമിലർ എക്സാമിനേഷൻ, എക്സ്പീരിയൻസ് ഇൻ ക്ലിയറിംഗ് പ്രിലിമിനറി റൗണ്ട് ഓർ റീച്ചിങ് ദ ഇൻ്റർവ്യൂ സ്റ്റേജ് ഈസ് എ പ്ലസ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാംസുകളിൽ പ്രിലിംസ് പാസ്സായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അവയർനെസ് ഓഫ് അതർ കോമ്പറ്റേറ്റീവ് എക്സാം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഫീൽഡ്, ഗുഡ് കമാൻഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, എ ഗുഡ് എനർജറ്റിക് വോയിസ് വിത്ത് സ്ട്രോങ് പ്രസൻറ്റേഷൻ സ്കിൽ ഫോർ ഓഡിയോ പോഡ്കാസ്റ്റ്, നോ പ്രയർ എക്സ്പീരിയൻസ് റിക്വയർഡ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. ആക്റ്റീവ് ആൻഡ് സോഷ്യൽ മീഡിയ, സെൽഫ് മോട്ടിവേറ്റഡ്, പ്രൊആക്റ്റീവ് ആൻഡ് ഫുൾ ഓഫ് ഐഡിയാസ്. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും. എന്തൊക്കെയാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്? ഫുൾ ടൈം പൊസിഷൻ വിത്ത് എ ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെൻറ്റ്, പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് യുവർ എക്സ്പെർട്ടൈസ് ആൻഡ് ഹെൽപ്പ് ആസ്പിറൻറ്റ് സക്സസ്. നിങ്ങളിത് വായിച്ച് നോക്കുക. കാരണം ഞാനത് വായിച്ച് പോകുന്നില്ല. നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. ഹയർ എന്ന കമ്പനി എംബ്രൈറ്റ് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്? ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്, സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടെക്നിക്കൽ സിസ്റ്റം ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, അബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇൻ എ ടീം, ട്രാവൽ ആൻഡ് ഡ്രൈവിംഗ് മാൻഡേറ്ററി പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ജോയിൻ ആയിരിക്കണം.
ഇവിടെ മെയിൽ ഓൺലി എന്ന് പറയുന്നുണ്ട്, ആൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ്. പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുണ്ട് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടെക്നിക്കൽ സിസ്റ്റം ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ആബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഇൻ എ ടീം, വില്ലിംഗ്നെസ് ടു ട്രാവൽ ആൻഡ് ഡ്രൈവിംഗ്. ഇത്ര മാത്രമേ പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുള്ളൂ. സോ ഇവിടെ പ്രയർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ്. സോ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ജോബ് നോക്കുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഈ ഒരു മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഗ്രീസ് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. CV പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് AI ഡെവലപ്പർ ട്രെയിനി ആണ്. ഹയർ ഇൻ ദ കമ്പനി ആപ്പ് സ്ട്രീം ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ പറയുന്നുണ്ട് എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രഷേഴ്സ്. സോ ഫ്രഷറാണ് അവർക്ക് ആവശ്യം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് എന്തൊക്കെ പ്രിഫേർഡ് സ്കിൽസ് നോക്കാം. പൈത്തണും ഓപ്സ് നോളേജും, ഫെമിലിയാരിറ്റി വിത്ത് data processing and analysis using libraries like pandas and numpy, experience in AI or ML frameworks such as TensorFlow or PyTorch, understanding of neural network, supervised and unsupervised learning, natural language processing and കമ്പ്യൂട്ടർ വിഷൻ. സോ ഇത്രയാണ് ഇവിടെ പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നത്. മെയിനായിട്ട് പൈത്തൺ നോളജ് അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് ജോണറാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.